അപ്പോൾ റിലേ ചെക്ക് ചെയ്യുന്നതാണല്ലോ. നേരത്തെ ഞാൻ ഈ ജമ്പർ സൈഡിൽ കൂടി ഈ ഗ്രൗണ്ട് ഷോർട്ട് ചെയ്ത് കാണിച്ചു. ഇനി അതിലേക്ക് ഒരു ഇൻപുട്ട് കൊടുത്തു നോക്കാം. ഇന്നത്തെ വീഡിയോയിലും ഒരു സോണിയുടെ ഒരു ഹൈഫൈ സിസ്റ്റം തന്നെയാണ് റിപ്പയറിങ്ങിനുള്ളത്. ഇപ്പോൾ റിപ്പയറിംഗ് എന്ന് പറയുമ്പോൾ അന്നത്തെ മറ്റേ പോലെ അന്ന് ചെയ്ത പോലെ സ്റ്റാൻഡ് ബൈയിലുള്ളതല്ല, ഓൺ ആവാത്തതല്ല, ഓൺ ആവുന്ന ടൈപ്പ് സാധനമാണ്. പക്ഷേ ഓൺ ആവുന്നു, ഔട്ട്പുട്ട് ഇല്ല. ഒരുവിധം എല്ലാവർക്കും അറിയാം ഔട്ട്പുട്ടിൽ എന്താണുള്ളത്, IC ആണോ ട്രാൻസിസ്റ്റർ ആണോ, അത് അടിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് കാരണം. പക്ഷേ അത് കണ്ടുപിടിക്കാൻ പല മാർഗ്ഗങ്ങളും ഉണ്ട്. അപ്പം നമ്മളിത് ഓണാക്കി നോക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ നല്ല നോർമലായിട്ട് ഓണാവുണ്ട്. പവർ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സെലക്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ CD വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ ബട്ടൺ ഉണ്ട്. മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ട്യൂണർ സെലക്ട് ചെയ്യാനുള്ള, അതായത് നമ്മൾ റേഡിയോ സെക്ഷൻ ട്യൂൺ ചെയ്യാനുള്ള ഒരു സെലക്ഷൻ ഒരു ബട്ടൺ വേറെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫംഗ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ട്യൂണറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ സ്പീക്കറിൽ സൗണ്ട് വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ യാതൊരുവിധ സൗണ്ടും ഇല്ല എന്ന് മാത്രമല്ല, ഇത് ഓൺ ചെയ്യുമ്പോൾ യാതൊരുവിധ ഒരു സൗണ്ടും ഞാൻ കേട്ടിട്ടില്ല. അതായത് നമുക്ക് ഇങ്ങനത്തെയുള്ള സിസ്റ്റങ്ങളൊക്കെ ഓൺ ചെയ്യുന്നതും അതിൻ്റെ ഈ സ്റ്റാൻഡ് ബൈ ബട്ടൺ അടിക്കുമ്പോൾ നമുക്കത് റിലേ ഓൺ ആവും. അങ്ങനെയാണ് നമ്മുടെ പവർ സെക്ഷൻ ഓൺ ആവുന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഭവമൊന്നും ഞാൻ ഇതിനകത്ത് കേട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുമ്പോൾ നിരീക്ഷിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടുകൾ. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ചെക്കിങ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കൺട്രോൾ ബോർഡ്. ഒരു ചാനലിൽ ഇവിടെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ചാനലാണ്. അതുപോലെ ഇത് സറൗണ്ട് സ്പീക്കേഴ്സ് എന്നുള്ള ചാനലാണ്. അപ്പോൾ അങ്ങനത്തെ സറൗണ്ട് എക്സ്ട്രാ ചില ഹൈഫൈ സിസ്റ്റങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് ഇൻപുട്ട് ഉണ്ട്, ഇവിടെ ഒരു ഔട്ട്പുട്ട് ഉണ്ട്. സിസ്റ്റം കൺട്രോൾ 1, 2 എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷൻ ഉണ്ട്. അതുപോലെ ആൻറ്റിന കൊടുക്കാനുള്ള AM FM ആൻറ്റിന. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബാക്ക് പാനലിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ താഴത്ത് ആ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ റിലേ. അതായത് ഇതിൻ്റെ പവർ സെക്ഷനോ സ്പീക്കർ സെക്ഷനോ ഓൺ ഓഫ് ചെയ്യാനുള്ള സ്റ്റാൻഡ് ബൈ റിലീസിനുള്ള റിലേ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ റിലേ ഉപയോഗിച്ചാണ് ഈ അടുത്ത് കാണുന്ന STK IC ആണ് ഈ സിങ്കിൻ്റെ മുകളിൽ കാണുന്നത്. ഇത് ഞാൻ ഈ ബോർഡ് ഫുൾ അഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സ്പീക്കർ പ്രൊട്ടക്ഷനും ഒരു റിലേ കൺട്രോൾ ഉണ്ടാവും. അങ്ങനെ 2 തരം സെക്ഷൻ ചില സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഇതിലിപ്പോൾ ഇത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഈ ബോർഡിൽ ഈ ഈ കേസിൻ്റെ ഇടയിൽ ഏറ്റവും താഴത്തെ ബോർഡിൻ്റെ അടിയിൽ ഉള്ള ഭാഗം അത് ആ കാണുന്ന ആ 3 പിന്നുണ്ടല്ലോ, ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ആ റിലേ. ഇത് ഓൺ ആവുന്ന ഒച്ചയാണ് നമ്മൾ കേൾക്കാഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ കാണുന്ന ഫസ്റ്റ് പിന്ന് ഗ്രൗണ്ടാണ്. ഞാനിവിടെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല. അതിൻ്റെ അടിയിലുള്ള പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും റിലേൻ്റെ കോയിലിൽ കിട്ടിയാലേ ഈ കൺട്രോൾ സ്വിച്ച് ഇവിടെ ഓണോ ഓഫും ആവുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ ഞാൻ ഈ ചേസിൻ്റെ ഗ്രൗണ്ടും ഈ റിലേയുടെ ഈ പിന്നൂടെ ഷോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒച്ച കേൾക്കാം. അത് റിലേ ഓണാവുന്ന ഒച്ചയും അതിൻ്റെ കൂടെ സ്പീക്കർ എന്നുള്ള സൗണ്ടും. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ വോൾട്ടേജ് IC ഷോർട്ടായിട്ട് STK ഷോർട്ടായിട്ട് വോൾട്ടേജ് സ്പീക്കറിലേക്ക് പോവുക. അപ്പോൾ സ്പീക്കർ പിടിച്ചിട്ട് ഇങ്ങനെ തള്ളി നിൽക്കും. അങ്ങനെ തള്ളി നിൽക്കുന്ന ഒച്ചയാണ് ആ ടപ്പെന്ന് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്പീക്കറിലേക്ക് അത് വരുന്നുണ്ട്. നമ്മൾ എന്ത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് IC ആണ് എന്താണെന്ന് വെച്ചാൽ അത് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. IC ഇപ്പോൾ ഇത് STK ആയതുകൊണ്ട് STK കംപ്ലൈൻറ്റ് ആയി, അതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇനിയിപ്പോൾ IC നമ്മൾ മാറ്റണമെങ്കിലും നമുക്ക് ഇതിനകത്തു നിന്നുള്ള സിഗ്നൽ വന്നാലേ IC മാറ്റിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് വരുന്നുണ്ടോയെന്ന് അറിയാൻ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഔട്ട്പുട്ടിൽ നിന്ന്, അതായത് ഈ ഔട്ട്പുട്ടിൽ കൂടെ സിഗ്നൽ വരുന്നുണ്ട് നോക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ലൈൻ ഔട്ടാണ്. അപ്പോൾ ലൈൻ ഔട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൺട്രോൾ ഇല്ലാതെ അതിനകത്തു നിന്നുള്ള ഔട്ട്പുട്ട് സിഗ്നൽ ഫുള്ളായിട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് മറ്റൊരു ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ അതിൽ കൊടുത്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ അറിയാം ഇതിൻ്റെ ബാക്കി സെക്ഷനൊക്കെ വർക്കിംഗ് ആണോ. എന്നാൽ മാത്രമേ IC വാങ്ങുന്നതിൽ കാര്യമുള്ളൂ. ഞാനിപ്പോൾ ഇത് ഓണാക്കി ട്യൂണർ സെക്ഷനിൽ വെച്ചിട്ടുണ്ട്, അതായത് FM ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഇൻപുട്ട് കൊടുത്തു നോക്കുക. അതായത് മറ്റൊരു ആംബിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തു നോക്കുക. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇതിലിപ്പോൾ ഞാനൊരു സ്പീക്കറെ കൊടുത്തുള്ളൂ. അപ്പോൾ ഈ ലൈനിൽ കൂടെയുള്ള ചാനലിലാണ് മറ്റേ ആംപ്ലിഫയറിൽ സ്പീക്കറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കൂടി നമ്മുടെ FMൻ്റെ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം, ഇതിനകത്ത് ബാക്കി എല്ലാ സെക്ഷനും വർക്കിംഗ് ആണ്. നമുക്ക് ഔട്ട്പുട്ട് പവർ ആംപ്ലിഫയർ ഔട്ട്പുട്ട് മാത്രമേ കംപ്ലൈൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് നന്നാകുന്നതിന് പ്രതീക്ഷയുണ്ട്. അതായത് ആ IC ഏതാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ വാങ്ങിയിട്ടാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഓക്കെയാണ്. ആ IC കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ കിട്ടിയില്ല, STK ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സൗണ്ട് കിട്ടുന്നുണ്ടോ പറയാം. ഇവിടെ ട്യൂണർ ഇതാണ്. അപ്പോൾ ട്യൂണർ പതുക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നോക്കുക. നമുക്ക് 91.9 ആണല്ലോ നമ്മുടെ നാട്ടിൽ കോഴിക്കോട് FM. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വോളിയം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ ഔട്ട്പുട്ട് വരുന്നുണ്ട്, പക്ഷേ ഈ വോളിയം കുറച്ചാലും കൂട്ടിയാലും കിട്ടില്ല. അതാണ് ഞാൻ ഓക്സ് ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ വ്യത്യാസം പറഞ്ഞത്. ഇപ്പോൾ കണ്ടോ, നിങ്ങൾ FM ആണ് കേൾക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് നല്ല ഔട്ട്പുട്ട്, നമുക്ക് എല്ലാ ഔട്ട്പുട്ടും ഈ ഔട്ട് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെ ICയിലേക്കുള്ള ഔട്ട്പുട്ടും നമുക്ക് ഇതിനകത്ത് തന്നെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് പവർ ആംബിളിൽ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ബോർഡ് ഫുൾ അയച്ചെടുത്ത്. അപ്പോൾ ഇത് ഫ്രണ്ട് പാനലിലേക്കുള്ള കണക്ഷനാണ്. 2 ഫിൽറ്ററുകൾ കാണുന്നത് ഇതിൻ്റെ 2 സെക്ഷൻ പവർ സപ്ലൈൻ്റെ റെക്ടിഫയറുകളാണ്. പിന്നെ ഇതാണ് നമ്മുടെ IC എടുക്കുന്നത് ഈ സെപ്പറേറ്റ് ബോർഡിലാണ്. അതായത് ഒരു കമ്പി ജമ്പർ വെച്ചിട്ടാണ് ഈ ബോർഡ് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതുവഴി ആ സിഗ്നലും പവർ കാര്യങ്ങളൊക്കെ പോകുന്നു, സ്പീക്കർ ഔട്ടൊക്കെ വരുന്നു. അപ്പോൾ ഈ IC കിട്ടിയതിന് ശേഷം നമുക്ക് IC കിട്ടുമോ കിട്ടൂലേ നോക്കി, കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ബോർഡ് ഇടുന്നതിനെ പറ്റിയാണ് ഇതിൻ്റെ അടുത്ത വീഡിയോ. അപ്പോൾ ഇതിൽ ഈ ചെക്കിങ്ങിൽ പറഞ്ഞത് ഇപ്പോൾ റിലേ ചെക്ക് ചെയ്യുന്നതാണല്ലോ. നേരത്തെ ഞാൻ ഈ ജമ്പർ, അതായത് ഈ സൈഡിൽ കൂടി ഈ ഗ്രൗണ്ട് ഷോർട്ട് ചെയ്ത് കാണിച്ചു. ഇത് പക്ഷേ സ്പീക്കറിലേക്കുള്ള ഔട്ട്പുട്ടാണ്.
ചിലത് പവർ സെക്ഷൻ ആണ് റിലേയിൽ കൺട്രോൾ ആവുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതിൽ സ്പീക്കർ ഔട്ടാണ്, അതായത് നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ, ഇത് നേരെ സ്പീക്കർ ഔട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുമ്പോഴാണ് നമ്മൾ സ്പീക്കറിൽ വോൾട്ടേജ് കയറിയിട്ട് ആ തള്ളിയിട്ടുള്ള സൗണ്ട് കേട്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കുക. ഇതുപോലെ അയച്ച് ഫുൾ ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവുക ഏത് തരത്തിലാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു മാർഗം തന്നെ നോക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും സിമ്പിളായി തോന്നുന്നത്, ഏറ്റവും നിങ്ങൾക്കത് അതിൻ്റെ രീതി ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഇത് പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ രീതി ഉണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്ന രീതി ഉണ്ടാവും. അതിലൂടെ നോക്കി കണ്ടുപിടിക്കാം. അത് അറിയാത്തവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ ടെക് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.